നമസ്കാരം. ഗൾഫ് ഫോക്കസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രജിൻസി കണ്ണൻ. വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. വ്യാജ വീഡിയോ കോളിൽ തട്ടിപ്പ് നടത്തുന്ന സംഘത്തിനെതിരെ മുന്നറിയിപ്പുമായി റോയൽ ഒമാൻ പോലീസ് ഉദ്യോഗസ്ഥരെയും ഗവൺമെന്റ് ജീവനക്കാരെയും അനുകരിച്ചാണ് വീഡിയോ കോളിംഗ് വഴി തട്ടിപ്പിന് ശ്രമിക്കുന്നതെന്നും റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു. വ്യാജ ഇമെയിൽ ID, ഔദ്യോഗിക യൂണിഫോമുകളുടെയോ ID കാർഡുകളുടെയോ മാറ്റം വരുത്തിയ ചിത്രങ്ങൾ എന്നിവയാണ് തട്ടിപ്പ് സംഘങ്ങൾ തട്ടിപ്പിനായി ഉപയോഗിക്കുന്നത്. വ്യക്തിപരമോ സാമ്പത്തികമോ ആയ വിവരങ്ങൾ അഭ്യർത്ഥിച്ചോ ഇല്ലാത്ത നിയമ നടപടി സ്വീകരിക്കുമെന്ന് ഇരകളെ ഭീഷണിപ്പെടുത്തിയാണ് തട്ടിപ്പുകാർ രംഗത്തെത്തുന്നത്. ബാങ്ക് വിവരങ്ങൾ, ID നമ്പറുകൾ അല്ലെങ്കിൽ ആക്സസ് കോഡുകൾ പോലെയുള്ള സെൻസിറ്റീവ് ഡാറ്റ മോഷ്ടിക്കുകയാണ് തട്ടിപ്പ് സംഘങ്ങളുടെ ലക്ഷ്യം. വ്യക്തിപരമോ സാമ്പത്തികമോ ആയ വിവരങ്ങൾ ആവശ്യപ്പെടുന്ന വീഡിയോ കോളുകളും ആശയവിനിമയങ്ങളും സൂക്ഷിക്കണമെന്ന് അധികൃതർ അഭ്യർത്ഥിച്ചു. വിളിക്കുന്നയാളുടെ ഐഡന്റിറ്റി ഔദ്യോഗിക ചാനലുകൾ വഴി പരിശോധിച്ചുറപ്പിക്കാത്ത പക്ഷം വ്യക്തിപരമോ സാമ്പത്തികമോ ആയ വിവരങ്ങൾ പങ്കിടരുതെന്നും റോയൽ ഒമാൻ പോലീസ് പൊതുജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. 24 ഒമാൻ. ബിസിനസ് തകർന്നതിനെ തുടർന്നുള്ള കേസ് തീർക്കാൻ പണം ശരിയാക്കാനെന്ന് പറഞ്ഞ് ഭാര്യയുടെ പാസ്പോർട്ട് ജാമ്യം വെച്ച് നാട്ടിലേക്ക് പോയ ഭർത്താവ് മടങ്ങി വന്നില്ല. 3 കുഞ്ഞുങ്ങളുമായി ഭക്ഷണത്തിന് പോലും വകയില്ലാതെ നിസ്സഹായാവസ്ഥയിൽ ഒരമ്മയും 3 കുഞ്ഞുങ്ങളും. ശ്രീലങ്കൻ സ്വദേശികളാണ് അജ്മാനിൽ ദുരിതത്തിലായിരിക്കുന്നത്. 11 വർഷങ്ങൾക്ക് മുൻപാണ് ശ്രീലങ്കൻ സ്വദേശിയായ മറാസോയും ഭാര്യ ഫാത്തിമയും UAE-യിലെത്തുന്നത്. ചെറിയ ചെറിയ ബിസിനസ്സുകളുമായി നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനിടയിലാണ് വില്ലനായി കൊറോണ എത്തിയത്. കൊറോണ ഇവരുടെ ജീവിതത്തെ ചെറിയ രീതിയിലൊന്നുമല്ല തകിടം മറിച്ചത്. കൊറോണയിൽ ലോക്ക്ഡൌണും വിമാന വിലക്കും ഉൾപ്പെടെ തുടർന്നപ്പോൾ അന്ന് ചെയ്തിരുന്ന ബിസിനസ്സുകൾ ഓരോന്നായി തകർന്നു. പിന്നീട് കടം നൽകിയവരും ബിസിനസ്സിൽ പണം തരാനുള്ളവരുമെല്ലാം കൈമലർത്തിയതോടെ ഇവരുടെ ജീവിതം എല്ലാ അർത്ഥത്തിലും തകിടം മറിഞ്ഞു. താമസിച്ചിരുന്ന ഫ്ളാറ്റിൽ വാടക നൽകാത്തതിനാൽ കേസായി. Now 4 years before it's Corona time, my husband have real estate case in the municipality. So when he going country and come back time in airport, they catch and they make the case and they make travel ban for him. Then we more than 3 years we are struggling here without visa and no job, no visa, anything. വാടക ഇനത്തിൽ കുറച്ച് പണം നൽകിയെങ്കിലും പിന്നെയും 20,000 ദിർഹം നൽകാനായി ബാക്കിയുണ്ട്. ഈ സമയത്ത് പണം ഏർപ്പാടാക്കാനാണെന്ന് പറഞ്ഞ് ഭാര്യയുടെ പാസ്പോർട്ട് മുനിസിപ്പാലിറ്റിയിൽ ജാമ്യം നൽകി ഭർത്താവ് നാട്ടിലേക്ക് പോയി. പിന്നീട് ഇതുവരെ പണം നൽകുകയോ തിരികെ വരാനായി ശ്രമിക്കുകയോ ചെയ്തിട്ടില്ല. ഇവിടെ പൂർണ്ണമായും ഒറ്റപ്പെട്ട് നിസ്സഹായരായി നിൽക്കുകയാണ് ഈ പറക്കമുറ്റാത്ത 3 കുഞ്ഞുങ്ങളും ഫാത്തിമയും. I'm thinking many family people said you come with kids, leave him, he will whatever do. But I'm thinking if I leave and go, he may no one help him or whatever. If I'm thinking like this, if no one here, even for cook also no one here. Whatever we will face together like this, I am stay with him. But he get the chance, then he leave and left. കുഞ്ഞുങ്ങൾക്ക് ഒരു നേരത്തെ ഭക്ഷണത്തിന് വരെ വകയില്ലാത്ത അവസ്ഥയിലാണ് ഇന്നിവർ. I'm stuck here with my 3 kids. I have 7 years old, 1 baby, 5 years and 2 years, 3 babies. They don't have school also right now. For we pay rent or whatever our expensive also, we are too much struggling because of this case. Whatever we will manage, morning cook rice or whatever I will manage for my kids 3 times for this. We eat, we'll leave this. They know my situation, so they know troubling me. I explain to them all the problems. So still, alhamdulillah, they not asking, but my small 2 years one only still no understanding. Sometimes he making. തന്റെ കുട്ടികൾ ഭക്ഷണത്തിന് വേണ്ടി കരയുമ്പോൾ തകർന്നു പോകുന്നുവെന്നാണ് ഫാത്തിമ പറയുന്നത്. ഒരു ചെറിയ ജോലിയെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ താൽക്കാലിക ആശ്വാസമായിരുന്നേനെ എന്നാണ് ഫാത്തിമ പറയുന്നത്. സുമനസുകളുടെ സഹായമാണ് ഫാത്തിമയ്ക്ക് ഇനി ആവശ്യം. ദുബായിൽ നിന്നും ശരചെറുകുന്നിനൊപ്പം അരുൺ പറാട്ട്, 24.
ദമാം മലബാർ കൗൺസിൽ ഓഫ് ഹെറിറ്റേജ് ആൻഡ് കൾച്ചറൽ സ്റ്റഡീസ് പുസ്തക പ്രകാശനം സംഘടിപ്പിക്കുന്നു. തമസ്കൃതരുടെ സ്മാരകം എന്ന സാഹിത്യ ചരിത്ര പഠനഗ്രന്ഥത്തിന്റെ പ്രകാശനമാണ് ദമാമിൽ നടക്കുക. 1921 മലബാർ സമരവുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയ ലേഖനങ്ങളുടെ സമാഹാരമാണ് തമസ്കൃതരുടെ സ്മാരകം എന്ന പുസ്തകം. ദമാമിലെ മലബാർ കൗൺസിൽ ഓഫ് ഹെറിറ്റേജ് ആൻഡ് കൾച്ചറൽ സ്റ്റഡീസാണ് ഇന്ന് പുസ്തക പ്രകാശന പരിപാടി ഒരുക്കുന്നത്. മാലിക് മഖബൂൽ തയ്യാറാക്കി ഡെസ്റ്റി ബുക്സ് കോഴിക്കോട് പ്രസിദ്ധീകരിക്കുന്ന തമസ്കൃതരുടെ സ്മാരകം എന്ന സാഹിത്യ ചരിത്ര പഠന ഗ്രന്ഥത്തിന്റെ ഔദ്യോഗിക പ്രകാശന കർമ്മമാണ് ഇന്ന് രാത്രി ദമാമിൽ വെച്ച് നടക്കുക. 1921 മലബാർ കലാപത്തിന്റെ പശ്ചാത്തലത്തിൽ രചിക്കപ്പെട്ട അന്ന് 21 എന്ന നോവലിനെ ആസ്പദമാക്കി തയ്യാറാക്കിയ പഠനാർഹമായ തമസ്കൃതരുടെ സ്മാരകം എന്ന ഈ ഗ്രന്ഥം സ്വാതന്ത്ര്യ സമരസേനാനികളുടെ പോരാട്ടങ്ങളുടെയും അതിജീവനത്തിന്റെയും ത്യാഗത്തിന്റെയും കഥകളിലേക്കാണ് വായനാ ലോകത്തെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. ബ്രിട്ടീഷ് അധിനിവേശത്തിനും ജന്മിത്തത്വത്തിനുമെതിരെ മലബാറിലെ മാപ്പിളമാർ നടത്തിയ തീരോദാത്തമായ പോരാട്ടത്തെ വളരെ കൃത്യമായി ചൂണ്ടിക്കാട്ടുന്നതാണ് തമസ്കൃതരുടെ സ്മാരകം എന്ന പുസ്തകമെന്ന് ദമാമിലെ മലബാർ കൗൺസിൽ ഓഫ് ഹെറിറ്റേജ് ആൻഡ് കൾച്ചറൽ സ്റ്റഡീസ് ഭാരവാഹികൾ പറഞ്ഞു. വിസ്മൃതിയിലാണ്ടുപോയ ഒരു ജനതയുടെ പോരാട്ടങ്ങളുടെയും അതിജീവനത്തിന്റെയും ഇന്നലകളിലേക്ക് വിരൽ ചൂണ്ടുന്ന ഈ പുസ്തകം സമരത്തെ അറിയാനും കൂടുതൽ പഠിക്കാനും വായനക്കാരെ പ്രേരിപ്പിക്കും. ദമാം റോസ് ഗാർഡൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് പ്രവിശ്യയിലെ പ്രമുഖ വ്യക്തിത്വങ്ങളുടെയും സാന്നിധ്യത്തിലായിരിക്കും പുസ്തക പ്രകാശനം ചെയ്യുകയെന്ന് പ്രകാശന സമിതി ചെയർമാൻ ആലുകുട്ടി ഒളവട്ടൂർ, ജനറൽ കൺവീനർ OP ഹബീബ്, അബ്ദുൽ മജീദ് കൊടുവള്ളി, റഹ്മാൻ കാറിയാട്, ഫൈസൽ കുടുംബ, ബഷീർ ആലുങ്ങൽ, അലിബായ് ഉരകം, എഡിറ്റർ മാലിക് മഖബൂൽ എന്നിവർ പറഞ്ഞു. സുബൈറുദ്ദീനൂർ, 24 ദമാം. സൂംബ ഡാൻസിനെ വിമർശിച്ച വിസ്ഡം സംസ്ഥാന സെക്രട്ടറി കൂടിയായ അധ്യാപകൻ TK അഷ്റഫിനെ സസ്പെൻഡ് ചെയ്തു. എടത്തനാട്ടുകര TAM UP സ്കൂൾ മാനേജ്മെന്റിന്റേതാണ് നടപടി. അധ്യാപകനെ സസ്പെൻഡ് ചെയ്തുവെന്ന് ജില്ലാ വിദ്യാഭ്യാസ വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടറെ രേഖാമൂലം സ്കൂൾ മാനേജ്മെന്റ് അറിയിച്ചു. 24 എക്സ്ക്ലൂസീവ്. സൂംബ നൃത്തത്തെ വിമർശിച്ചതിനാണ് പാലക്കാട് എടത്തനാട്ടുകര TAM UP സ്കൂൾ അധ്യാപകനായ TK അഷ്റഫിനെ സസ്പെൻഡ് ചെയ്തത്. വിസ്ഡം സംസ്ഥാന സെക്രട്ടറി കൂടിയായ അഷ്റഫിനെ സസ്പെൻഡ് ചെയ്യണമെന്ന് കാണിച്ച ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ സ്കൂൾ മാനേജ്മെന്റിന് കത്ത് നൽകിയിരുന്നു. ഇന്നലെ ചേർന്ന സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റിയുടെ തീരുമാനം രേഖാമൂലം വിദ്യാഭ്യാസ വകുപ്പിനെ അറിയിച്ചു. അതേസമയം TK അഷ്റഫിന് പിന്തുണയുമായി യൂത്ത് ലീഗ് രംഗത്തെത്തി. അതുമായി ബന്ധപ്പെട്ട ആശങ്ക ഒരു സാമുദായിക നേതാവ്, ഒരു സാമുദായിക സംഘടനയുടെ, മതസംഘടനയുടെ നേതാവ് പറഞ്ഞാൽ ആശങ്കകൾ ചർച്ച ചെയ്യല്ലേ സംസ്ഥാന സർക്കാർ ചെയ്യേണ്ടത്? അതിനു പകരമായി അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യുന്നു. 24 പാലക്കാട്. സൂംബ ഡാൻസിനെതിരെ പ്രതികരിച്ച സ്കൂൾ അധ്യാപകനും വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ TK അഷ്റഫിനെ ജോലിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത നടപടി അപലപനീയമാണെന്ന് ഇന്ത്യൻ ഇസ്ലാഹി സെന്ററുകളുടെ സൗദി ദേശീയ സമിതി സെക്രട്ടേറിയറ്റ്. ഒരു വിധത്തിലുള്ള ചർച്ചകൾക്കും വേദിയൊരുക്കാതെ അധ്യാപക വിദ്യാർത്ഥി സമൂഹത്തിന്മേൽ സർക്കാർ പൊടുന്നനെ അടിച്ചേൽപ്പിച്ചതാണ് സൂംബ ഡാൻസ് എന്ന് പ്രസ്താവനയിൽ പറഞ്ഞു. മർമ്മപ്രധാനമായ വിഷയത്തിൽ നിന്ന് ശ്രദ്ധ തിരിച്ചു മതത്തെയും സംസ്കാരത്തെയും തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലേക്ക് ചർച്ചകൾ വഴിമാറ്റുകയാണ്. ഇത്തരം ജനാധിപത്യ വിരുദ്ധ നടപടികളിൽ നിന്ന് സർക്കാർ പിന്മാറണമെന്ന് ദേശീയ സമിതി ജനറൽ സെക്രട്ടറി ഉമർ ഷരീഫ്, പ്രസിഡന്റ് PK മുഹമ്മദ് കുട്ടി എന്നിവർ ആവശ്യപ്പെട്ടു. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ദ്വിദിന ഘാന സന്ദർശനം പൂർത്തിയായി. 3 ദശകങ്ങൾക്ക് ശേഷം ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി നടത്തുന്ന ആദ്യ ഔദ്യോഗിക ഘാന സന്ദർശനമാണ് ഇത്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ദ്വിദിന ഘാന സന്ദർശനം പൂർത്തിയായി. അക്ര വിമാനത്താവളത്തിൽ ഘാന പ്രസിഡന്റ് ജോൺ ദ്രമാനി മഹാമ അദ്ദേഹത്തെ സ്വീകരിച്ചു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തമാക്കുന്നതാണ് സന്ദർശനത്തിന്റെ ലക്ഷ്യമെന്ന് അദ്ദേഹം പറഞ്ഞു. ഘാന പാർലമെന്റ് സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയും വ്യാപാരം, ആരോഗ്യം, പ്രതിരോധം, നൈപുണ്യ വികസനം തുടങ്ങിയ വിവിധ മേഖലകളിൽ സുപ്രധാന കരാറുകളിൽ ഏർപ്പെടുകയും ചെയ്തു. ഘാന സർക്കാരിന്റെ ഏറ്റവും വലിയ സിവിലിയൻ ബഹുമതിയായ ഓഫീസർ ഓഫ് ദി ഓർഡർ ഓഫ് ദി സ്റ്റാർ ഓഫ് ഘാന പുരസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമ്മാനിച്ചു. 3 ദശകങ്ങൾക്ക് ശേഷം ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി നടത്തുന്ന ആദ്യ ഔദ്യോഗിക ഘാന സന്ദർശനമാണിത്. ഘാനയിലെ വിവിധ ഇന്ത്യൻ സംഘടനകളുമായും മലയാളി അസോസിയേഷനുകളുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. ബ്ലസൻ ചെറുവക്കൽ, 24 ആഫ്രിക്ക. ഫുട്ബോൾ താരം ഡിയോഗോ ജോട്ടയ്ക്ക് കാർ അപകടത്തിൽ ദാരുണാന്ത്യം. ജോട്ടയും സഹോദരൻ സഞ്ചരിച്ച കാർ അപകടത്തിൽപ്പെട്ട് കത്തിയമർന്ന് ഇരുവരും തൽക്ഷണം മരിക്കുകയായിരുന്നു. 10 നാൾ മുൻപാണ് ലിവർപൂളിന്റെ പോർച്ചുഗീസ് താരമായ ജോട്ട വിവാഹിതനായത്.
ലോകത്തെ കണ്ണീരിലാഴ്ത്തി ഡിയോഗോ ജോട്ടയുടെ അപ്രതീക്ഷിത വിയോഗം. വടക്കു പടിഞ്ഞാറൻ സ്പെയിനിലെ സമോറയിൽ രാവിലെയുണ്ടായ കാർ അപകടത്തിലാണ് ഫുട്ബോൾ താരങ്ങളായ ഡിയോഗോ ജോട്ടയും സഹോദരൻ ആന്ദ്രേ സിൽവയുടെയും ദാരുണാന്ത്യം. അവധിക്കാല ആഘോഷങ്ങൾക്കായി സ്പെയിനിലുള്ള ജോട്ടയും സഹോദരനും ബെനവെന്റയിലേക്കുള്ള യാത്രയിലായിരുന്നു. ഇവർ സഞ്ചരിച്ചിരുന്ന ലംബോർഗിനി കാർ മറ്റൊരു വാഹനത്തെ മറികടക്കുന്നതിനിടയിൽ ടയർ പൊട്ടി അപകടത്തിൽപ്പെട്ടെന്നാണ് പ്രാഥമിക വിവരം. അപകടത്തിൽ തീപിടിച്ച കാർ പൂർണ്ണമായും കത്തിനശിക്കുകയായിരുന്നു. ജോട്ടയ്ക്ക് 28ഉം സിൽവയ്ക്ക് 26 വയസ്സുമായിരുന്നു. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു ജോട്ടയുടെ വിവാഹം. ദീർഘകാല സുഹൃത്ത് റൂത്ത് കാർഡോസയുമായുള്ള വിവാഹത്തിന്റെ ചിത്രങ്ങൾ ജോട്ട സമൂഹമാധ്യമങ്ങളിൽ പങ്കുവച്ചിരുന്നു. ഇവർക്ക് 3 കുട്ടികളുമുണ്ട്. പോർച്ചുഗലിന്റെയും ലിവർപൂളിന്റെയും ഫോർവേഡായ ജോട്ട വർത്തമാന ഫുട്ബോളിലെ എണ്ണം പറഞ്ഞ മുന്നേറ്റ നിരക്കാരിൽ ഒരാളാണ്. പോർച്ചുഗീസ് ക്ലബ്ബ് പാക്കോസ് ഡി ഫെറൈറയുടെ താരമായി പ്രൊഫഷണൽ കരിയർ തുടങ്ങിയ ജോട്ട അത്ലറ്റിക്കോ മാഡ്രിഡ്, പോർട്ടോ, വൂൾസ് ടീമുകളുടെ ഭാഗമായ ശേഷം 2020 ഇംഗ്ലീഷ് ക്ലബ്ബ് ലിവർപൂളിലെത്തുന്നത്. ടീമിന്റെ പ്രീമിയർ ലീഗ്, FA കപ്പ് നേട്ടങ്ങളിലെല്ലാം നിർണായക കണ്ണിയായി. 49 മത്സരങ്ങളിൽ പോർച്ചുഗീസ് ദേശീയ കുപ്പായമണിഞ്ഞ ജോട്ട ടീം 2 തവണ യുവേഫ നേഷൻസ് ലീഗ് നേടുമ്പോഴും പ്രധാന താരങ്ങളിൽ ഒരാളായി മാറി. ജോട്ടയുടെ സഹോദരൻ ആന്ദ്രേ സിൽവ പോർച്ചുഗലിലെ 2ാം ഡിവിഷൻ ലീഗ് ക്ലബായ പെന്നഫിയോളിന്റെ താരമാണ്. സ്പോർട്സ് ഡെസ്ക് 24. ഈ വർഷത്തെ മിഡ്ലാൻഡ്സ് ഫുഡ്, ഡ്രിങ്ക് ആൻഡ് ഹോസ്പിറ്റാലിറ്റി അവാർഡ്സിൽ ബെസ്റ്റ് സൗത്ത് ഏഷ്യൻ റെസ്റ്റോറന്റ് അവാർഡ് നേടി യുകെയിലെ പ്രമുഖ കേരള റെസ്റ്റോറന്റായ ഇഞ്ചി. തനത് കേരള രുചിക്കൂട്ടുകൾ കൊണ്ട് ഭക്ഷണപ്രേമികളുടെ ഹൃദയം കീഴടക്കിയ റെസ്റ്റോറന്റാണ് ഇഞ്ചി. നിരവധി ഫൈനലിസ്റ്റുകളെ പിന്നിലാക്കിയാണ് ഇഞ്ചി പുരസ്കാരത്തിന് അർഹത നേടിയത്. വൈവിധ്യമാർന്ന ഇന്ത്യൻ മാമ്പഴങ്ങളുടെയും മാമ്പഴ വിഭവങ്ങളുടെയും പ്രദർശനവുമായി ഇന്ത്യൻ മാംഗോ മാനിയയ്ക്ക് ലുലുവിൽ തുടക്കമായി. അബുദാബിയിൽ നടന്ന ചടങ്ങിൽ UAE ഇന്ത്യൻ അംബാസിഡർ സഞ്ജയ് സുധീർ ഇന്ത്യൻ മാംഗോ മാനിയ ഉദ്ഘാടനം ചെയ്തു. GCCയിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് കൂടുതൽ വിപണി ലഭ്യമാക്കുന്നതിന്റെ ഭാഗമായാണ് പുതിയ ക്യാമ്പയിന് ലുലു തുടക്കമിട്ടിരിക്കുന്നത്. അഗ്രികൾച്ചറൽ പ്രോസസ്ഡ് ഫുഡ് പ്രൊഡക്റ്റ് എക്സ്പോർട്ട് ഡെവലപ്മെന്റ് അതോറിറ്റിയുമായി സഹകരിച്ചാണ് ക്യാമ്പയിൻ. അബുദാബി ഖലീദിയ മാളിലെ ലുലു ഹൈപ്പർ മാർക്കറ്റിൽ നടന്ന ചടങ്ങിൽ ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലി, APEDA ഡെപ്യൂട്ടി ജനറൽ മാനേജർ ഡോക്ടർ CB സിംഗ്, രോഹിത് മിശ്ര എന്നിവരുടെ സാന്നിധ്യത്തിൽ UAE ഇന്ത്യൻ അംബാസിഡർ സഞ്ജയ് സുധീർ ഇന്ത്യൻ മാംഗോ മാനിയ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് GCC വിപണികളിൽ ലുലു നൽകുന്ന പിന്തുണ പ്രശംസനീയമാണെന്ന് അംബാസിഡർ സഞ്ജയ് സുധീർ പറഞ്ഞു. ഇന്ത്യയിലെ കാർഷിക മേഖലയ്ക്ക് പിന്തുണ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് ക്യാമ്പയിൻ നടപ്പാക്കുന്നതെന്ന് ലുലു ഗ്ലോബൽ ഓപ്പറേഷൻസ് ഡയറക്ടർ സലീം MA പറഞ്ഞു. വളരെ ലിമിറ്റഡ് റേഞ്ച് ഓഫ് മാംഗോസ് മാത്രമാണ്, വെറൈറ്റി മാംഗോ മാത്രമാണ് ഇപ്പോൾ മാർക്കറ്റ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നോർത്ത് ഈസ്റ്റിൻ്റെ വെറൈറ്റി വന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നാട്ടിലത്തെ കർഷകർക്കും അതേമാതിരി തന്നെ നമ്മളുടെ രാജ്യത്തിനും വലിയ ഒരു GDP-യിലൊക്കെ വലിയ ഇത് വരാൻ സാധ്യതയുള്ളതാണ്. കേസർ, ലാംഗ്ര, അമ്രപാലി, വൃന്ദാവനി തുടങ്ങിയ വടക്ക് കിഴക്കൻ മേഖലകളിലെ മാമ്പഴങ്ങളും അൽഫോൺസ, ബദാമി, നീലം തുടങ്ങിയ ദക്ഷിണേന്ത്യൻ മേഖലയിലെ മാമ്പഴങ്ങൾ ഉൾപ്പെടെ മേളയുടെ ഭാഗമായി ലുലുവിൽ ഒരുക്കിയിട്ടുണ്ട്. 24 ദുബായ്. വെൽക്കം ബാക്ക്. ഗൾഫ് ഫോക്കസ് തുടരുന്നു. വേൾഡ് ഫിറ്റ്നസ് ഫെഡറേഷൻ ഓഫ് യോഗാസനയുടെ ദേശീയ ചാമ്പ്യൻഷിപ്പ് കൊച്ചിയിൽ നടക്കും. ഓഗസ്റ്റ് 13, 14 തീയതികളിൽ കടവന്ത്ര രാജീവ് ഗാന്ധി റീജിയണൽ സ്പോർട്സ് സെന്ററിലാണ് മത്സരങ്ങൾ. രാജ്യത്തെ 700-ലധികം യോഗ അത്ലീറ്റുകൾ മത്സരത്തിൽ പങ്കെടുക്കും. ഒക്ടോബറിൽ മലേഷ്യയിൽ നടക്കുന്ന അന്താരാഷ്ട്ര ചാമ്പ്യൻഷിപ്പിനുള്ള ഇന്ത്യൻ ടീമിനെ ഈ മത്സരത്തിൽ തിരഞ്ഞെടുക്കും. കുവൈറ്റ് ലുലു ഹൈപ്പർ മാർക്കറ്റുകളിൽ സമ്മർ സർപ്രൈസസ് ഷോപ്പിംഗിന് തുടക്കമായി. ദജീജ് ലുലു ബ്രാഞ്ചിലായിരുന്നു സമ്മർ സർപ്രൈസസ് ഷോപ്പിംഗിന്റെ ഉദ്ഘാടനം. കുവൈറ്റിലെ എല്ലാ ലുലു ഹൈപ്പർ മാർക്കറ്റുകളിലും ജൂലൈ 8 വരെ നടക്കുന്ന ഷോപ്പിംഗ് ഉത്സവമാണ് ലുലു സമ്മർ സർപ്രൈസസ്. ഇതിനോടനുബന്ധിച്ച് പഴങ്ങൾ, പച്ചക്കറികൾ, സീസണൽ ഫാഷൻ, യാത്രാ ഉപകരണങ്ങൾ, ഹോം അപ്ലയൻസുകൾ തുടങ്ങിയവയിൽ ഡിസ്കൗണ്ടുകൾ ലഭ്യമാണ്. അതോടൊപ്പം ഉപഭോക്താക്കൾക്കായി മെലൺ കാവിംഗ്, ഫലൂദ മേക്കിംഗ് ചാലഞ്ച്, സമ്മർ സലാഡ് ഷോഡൌൺ, കോൾഡ് കോഫി ക്രിയേഷൻ തുടങ്ങിയ വിവിധ മത്സരങ്ങളും വിജയികൾക്ക് ക്യാഷ് പ്രൈസ് ഉൾപ്പെടെ നിരവധി സമ്മാനങ്ങളും നൽകുമെന്ന് ലുലു മാനേജ്മെന്റ് അറിയിച്ചു. മറ്റു പ്രധാനപ്പെട്ട വാർത്തകളിലേക്കാണ് ഇനി. കോട്ടയം മെഡിക്കൽ കോളേജിൽ ആശുപത്രി കെട്ടിടം തകർന്ന് സ്ത്രീക്ക് ദാരുണാന്ത്യം. തലയോലപ്പറമ്പ് സ്വദേശി ബിന്ദുവാണ് അപകടത്തിൽ മരിച്ചത്. മകളുടെ ശസ്ത്രക്രിയയ്ക്കായി ആശുപത്രിയിൽ എത്തിയപ്പോഴായിരുന്നു ദുരന്തം. അപകടമുണ്ടായി 2.5 മണിക്കൂറിന് ശേഷമാണ് ബിന്ദുവിന്റെ മൃതദേഹം കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് പുറത്തെടുത്തത്. അപകടത്തിൽ ഒരു കുട്ടി ഉൾപ്പെടെ 2 പേർക്ക് പരിക്കേറ്റു. രാവിലെ 10:30-യോടെയാണ്
ആശങ്ക ഉയർത്തി കോട്ടയം മെഡിക്കൽ കോളേജിലെ ആശുപത്രി കെട്ടിടം ഇടിഞ്ഞു വീണത്. 14-ാം വാർഡിലെ ശുചിമുറിയുള്ള ഭാഗമാണ് തകർന്നത്. അപകടത്തിൽ 2 പേർക്ക് പരിക്കുണ്ടായെന്നാണ് ആദ്യം പുറത്തുവന്ന വിവരം. അത് ഇടിഞ്ഞു വീഴുക. ഞങ്ങൾ ചായക്കട നിന്നപ്പോഴായിരുന്നു സംഭവം. പെട്ടെന്നായിരുന്നു. ഒരാളെ കണ്ടോളൂ, ഞാൻ ഒരാളെ കണ്ടോളൂ. ആളുണ്ടെന്നുള്ള ചാൻസ് ഇല്ല, കാരണം ആളുണ്ടെങ്കിൽ ബൈസ്റ്റാൻഡേഴ്സ് ആയാലും റിപ്പോർട്ട് ചെയ്തേനെ. ഒരാളെ ഞാൻ റെസ്ക്യൂ ചെയ്തു, ഒരാൾ അപ്പുറ സൈഡിലായിരുന്നു, അവർ തെറിച്ച് വീണു. അല്പസമയത്തിനകം തന്നെ മന്ത്രി VN വാസവൻ അപകട സ്ഥലത്തെത്തി. പിന്നാലെ ആരോഗ്യമന്ത്രി വീണ ജോർജും. അടച്ചിട്ട കെട്ടിടമാണ് തകർന്നതെന്ന് മന്ത്രിമാർ. ഈ ഭാഗം നമ്മൾ ക്ലോസ് ചെയ്തിരുന്നതാണ്. ഈ ബിൽഡിംഗ് ടോട്ടലി നമ്മൾ ഷിഫ്റ്റിംഗ് തുടങ്ങാനായിട്ട് തീരുമാനിച്ചിട്ടുള്ളതാണ്. അടച്ചിട്ടിരുന്നത് കൊണ്ട് വാസ്തവത്തിൽ മറ്റ് പ്രയാസങ്ങൾ ഉണ്ടായില്ല എന്നുള്ളതാണ്. ഇത് ഈ ഭാഗം അടച്ചിട്ടിരുന്നിടത്ത് ഈ സാധനങ്ങളൊക്കെ കൊണ്ടുപോയി വേസ്റ്റൊക്കെ കൂടെ അവർ ഡംപ് ചെയ്തിരുന്നതാണ്. ആ സാധനമാണ് ഇപ്പോൾ ഇടിഞ്ഞു പോയത്. അവിടെ അവിടെ കയറി വന്നപ്പോൾ ഈ സംഭവം ഉണ്ടായി എന്നുള്ളതാണ്. ഇതിനിടയിലാണ് അമ്മയെ കാണാനില്ലെന്ന് ബിന്ദുവിന്റെ മകളും ഭർത്താവും അറിയിച്ചത്. ഇതോടെ രക്ഷാപ്രവർത്തനം ഊർജിതമാക്കി. 12:30-യോടെ രക്ഷാപ്രവർത്തനത്തിന് JCB സ്ഥലത്തെത്തിച്ചു. ഒരു മണിയോടെയാണ് ബിന്ദുവിന്റെ മൃതദേഹം പുറത്തെടുത്തത്. അതായത് അപകടമുണ്ടായി 2.5 മണിക്കൂറിന് ശേഷം. ഇതോടെ രക്ഷാപ്രവർത്തനം വൈകിയെന്ന ആരോപണം ശക്തമായി. മന്ത്രിമാർ അപകടസ്ഥലത്ത് നടത്തിയ പ്രസ്താവനകളിൽ വിമർശനം. വിശദീകരണവുമായി മന്ത്രിമാർ. ഇവിടെ ഉണ്ടായിരുന്ന അധികൃതരപ്പം ഞങ്ങളോട് പറഞ്ഞത് ഇത് ക്ലോസ് ചെയ്തിരുന്നതാണ് ആ ബാത്റൂം. കേക്ക് ഞങ്ങൾ മനസ്സിലാക്കി അവർ പറഞ്ഞതാണ്. ഇനി അങ്ങനെ അല്ല എന്നുള്ളതെങ്കിൽ അത് പരിശോധിക്കുന്നതാണ് മനുഷ്യ പറഞ്ഞത്. അല്ല, അത് അടച്ച ബ്ലോക്കാണ് എന്നുള്ളത് തന്നെയാണ്. ഒരു അടഞ്ഞ് ആ ബ്ലോക്ക് ഉപയോഗിക്കുന്നില്ല, അടച്ചിട്ടിരുന്നൊരു ബ്ലോക്കാണെന്നുള്ളതാണ് പ്രാഥമികമായിട്ടുള്ള ഇൻഫർമേഷൻ. അപ്പോൾ അതുകൊണ്ട് എങ്ങനെയാണോ ആ ഘട്ടത്തിൽ നമുക്ക് ഇൻഫർമേഷൻ കിട്ടുന്നത്, നമുക്ക് ആ അപ്പോൾ കിട്ടുന്ന ഇൻഫർമേഷൻ ആണല്ലോ, അത് ഹൈഡ് ചെയ്തല്ലോ നിങ്ങളോട് പറയുന്നത്. ഇതിനിടെ ആരോഗ്യവകുപ്പിനെതിരെയും മന്ത്രിക്കെതിരെയും പ്രതിഷേധം ശക്തം. തലസ്ഥാന നഗരത്തിലും വിവിധയിടങ്ങളിലും മന്ത്രിക്കെതിരെ പ്രതിപക്ഷ യുവജന സംഘടനകൾ രംഗത്തിറങ്ങി. വൈകിട്ട് 5 മണിയോടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മെഡിക്കൽ കോളേജിലേക്ക്. മുഖ്യമന്ത്രിക്ക് നേരെ കരിങ്കൊടി പ്രയോഗം. മെഡിക്കൽ കോളേജിലെ അവലോകന യോഗത്തിൽ പങ്കെടുത്ത മുഖ്യമന്ത്രി എന്നാൽ അപകടസ്ഥലം സന്ദർശിച്ചില്ല. സർക്കാരിനെതിരെ പ്രതിഷേധം തുടരുകയാണ് പ്രതിപക്ഷ സംഘടനകൾ. ന്യൂസ് ഡെസ്ക് 24. കോട്ടയം മെഡിക്കൽ കോളേജ് അപകടത്തിലെ രക്ഷാ ദൌത്യത്തിലുണ്ടായത് ഗുരുതര വീഴ്ച. കെട്ടിടം തകർന്നു വീണ് 2.5 മണിക്കൂറിന് ശേഷമാണ് ബിന്ദുവിന്റെ മൃതദേഹം പുറത്തെടുക്കാൻ കഴിഞ്ഞത്. അപകടമുണ്ടായത് ആളൊഴിഞ്ഞ കെട്ടിടത്തിലാണെന്ന മന്ത്രിമാരായ വീണ ജോർജിന്റെയും VN വാസവന്റെയും പ്രതികരണങ്ങൾ രക്ഷാദൌത്യം വൈകിപ്പിച്ചുവെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. രാവിലെ 10:30-യോടെയായിരുന്നു നാടിനെ നടുക്കിയ അപകടം. 1 മണിക്കൂറിന് ശേഷം സ്ഥലത്തെത്തിയ മന്ത്രിമാരുടെ പ്രതികരണങ്ങൾ സംഭവിച്ചത് അത്ര വലിയ അപകടമല്ല എന്ന തരത്തിൽ. ഈ ഭാഗം നമ്മൾ ക്ലോസ് ചെയ്തിരുന്നതാണ്. ഈ ബിൽഡിംഗ് ടോട്ടലി നമ്മൾ ഷിഫ്റ്റിംഗ് തുടങ്ങാനായിട്ട് തീരുമാനിച്ചിട്ടുള്ളതാണ്. അടച്ചിട്ടിരുന്നത് കൊണ്ട് വാസ്തവത്തിൽ മറ്റ് പ്രയാസങ്ങൾ ഉണ്ടായില്ല എന്നുള്ളതാണ്. ഇത് ഈ ഭാഗം അടച്ചിട്ടിരുന്നിടത്ത് ഈ സാധനങ്ങളൊക്കെ കൊണ്ടുപോയി വേസ്റ്റൊക്കെ കൂടെ അവർ ഡംപ് ചെയ്തിരുന്നതാണ്. ആ സാധനമാണ് ഇപ്പോൾ ഇടിഞ്ഞു പോയത്. അവിടെ കയറി വന്നപ്പോൾ ഈ സംഭവം ഉണ്ടായി എന്നുള്ളതാണ്. ഉച്ചയ്ക്ക് 1 മണിയോടെ മാത്രമാണ് ബിന്ദുവിന്റെ മൃതദേഹം പുറത്തെടുക്കാനായത്. അതായത് അപകടം നടന്ന് 2.5 മണിക്കൂറിന് ശേഷം. ബിന്ദുവിനെ കാണാനില്ലെന്ന് പോലീസിൽ പരാതിപ്പെട്ടപ്പോഴാണ് രക്ഷാപ്രവർത്തനം ഊർജിതമാക്കിയതെന്ന് ബന്ധുക്കൾ. ഞാൻ ഗിരിനഗർ പോലീസ് സ്റ്റേഷനിൽ പനമ്പള്ളി നഗറിൽ ഞാൻ വിളിച്ചു പറഞ്ഞിട്ടാണ് അവർ അന്വേഷിക്കുന്നത്. അത്രയും നേരം അവർ അന്വേഷിച്ചിട്ടില്ല. മിനിസ്റ്റർ പോലും പറഞ്ഞ ഒരു കുഴപ്പമില്ലെന്നാ. രക്ഷാദൌത്യത്തിൽ ഗുരുതര വീഴ്ചയെന്ന ആരോപണവുമായി പ്രതിപക്ഷവും രംഗത്തെത്തി. ആരോഗ്യ വകുപ്പ് മന്ത്രി പറയുന്നു ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല, ഒരു കുഴപ്പമില്ല. അവർ ഈ പറയുന്ന സമയത്ത് ഈ മണ്ണിനകത്തൊരു പാവപ്പെട്ട സ്ത്രീ മരിച്ചു കിടക്കുകയാണ്. അവര് എന്തിന് നാട്ടുകാരുടെ പച്ചക്കള്ളം പറഞ്ഞു എന്നുള്ളതാണ് ഞങ്ങളുടെ ചോദ്യം. എങ്ങനെ ഈ ബാത്റൂമിൽ ആള് വന്ന് ഈ വീഴുന്ന സാഹചര്യം ഉണ്ടായി, എങ്ങനെ ഒരാൾ മരണപ്പെട്ടു, അതിന് സർക്കാർ ഉത്തരം പറഞ്ഞേ മതിയാകത്തുള്ളൂ. ആളൊഴിഞ്ഞ കെട്ടിടമാണ് ഇടിഞ്ഞു വീണത് എന്ന മന്ത്രിമാരുടെ വാദം തെറ്റെന്ന് തെളിയിക്കുന്നതാണ് രോഗികളുടെയും പ്രതികരണം. ഞങ്ങൾ ഇന്നലെ മുതലേ ആ ബാത്റൂമാണ് ഉപയോഗിക്കുന്നത്. 2 ബാത്റൂമേ ഉള്ളൂ.
അതിൻ്റെ അകത്തിൽ അവിടെ ഞങ്ങൾ കുളിച്ച് 10 മിനിറ്റ് ആയതുള്ളൂ കുളിച്ചിറങ്ങിയിട്ട്. നമുക്ക് അവരെന്തോ പറയുന്നത് നമുക്കറിയത്തില്ല. ഞങ്ങൾ ഇന്നും അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് ഞങ്ങൾ അതുകൊണ്ടല്ല ഞങ്ങളിങ്ങനെ ഇറക്കി വിട്ടത്. ഞങ്ങൾ കുളിച്ചുകൊണ്ടിരുന്ന ബാത്റൂമിൽ കുളിച്ചിങ്ങോട്ട് ഇറങ്ങി കഴിഞ്ഞപ്പം ഇടിഞ്ഞിടിഞ്ഞ് വരുന്ന ഞങ്ങൾ കാണുന്നത്. ഞങ്ങൾ ഇങ്ങനെ ഇവിടെ സൈഡിലേക്കും അവിടെ നിന്ന് ഇടിഞ്ഞിടിഞ്ഞ് വരിക. കാലപ്പഴക്കം ചെന്നതും ബലക്ഷയമുള്ളതുമായ കെട്ടിടമായിരുന്നെങ്കിൽ എന്തുകൊണ്ട് മുന്നറിയിപ്പ് നൽകിയില്ല എന്നാണ് ഉയരുന്ന പ്രധാന ചോദ്യം. അപകട സ്ഥലത്തെത്തിയപ്പോൾ ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ആദ്യം പ്രതികരിച്ചതെന്ന് മന്ത്രി വീണ ജോർജ്. രക്ഷാദൌത്യം വൈകി എന്ന ആരോപണവും തള്ളുകയാണ് പിന്നീടും മന്ത്രിമാർ ചെയ്തത്. 24 കോട്ടയം. തിരികെ വാർത്തകളിലേക്ക്. കോട്ടയം മെഡിക്കൽ കോളേജിൽ മരിച്ച ബിന്ദു കുടുംബത്തിന്റെ നെടുംതൂണായിരുന്നു. അപ്രതീക്ഷിത വിയോഗം കുടുംബത്തിന് താങ്ങാൻ കഴിയുന്നില്ല. നട്ടലിന് പരിക്കേറ്റ മകൾ നവമിയുടെ ചികിത്സയ്ക്കായാണ് ബിന്ദുവും കുടുംബവും കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് പോയത്. ബിന്ദുവിന്റെ മൃതദേഹം നാളെ വീട്ടുവളപ്പിൽ സംസ്കരിക്കും. മകളുടെ നട്ടെല്ലിന്റെ ചികിത്സയ്ക്കായി ചൊവ്വാഴ്ച രാവിലെയാണ് ബിന്ദുവും ഭർത്താവും മകനും കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് പോയത്. ചികിത്സയ്ക്കായി പോകുമ്പോൾ ഒരാഴ്ച കഴിഞ്ഞ് മടങ്ങി വരാമെന്ന ഉറപ്പു പറഞ്ഞാണ് ബിന്ദു ഉമ്മാകുന്നിൽ നിന്ന് പോയത്. പ്രായമായ അമ്മയുടെയും രോഗിയായ മകളുടെയും ഭർത്താവിന്റെയും ഏക ആശ്രയം. ഇപ്പം എൻ്റെ ഭാര്യ ഇന്നിപ്പം മരിച്ചു പോയേ അല്ലേ, അതേ കണക്ക് ഇനിയൊന്നും ഉണ്ടാവരുത്. അതേ കണക്ക് ഒരുപാട് ഭാര്യമാർ മരിച്ചു പോകരുത്. നമുക്കൊരു പരാതിയില്ല. ഞാനിപ്പോൾ ആ ഒരു പരാതി പറഞ്ഞിട്ട് കാര്യമില്ല. എൻ്റെ ഭാര്യ മരിച്ചിട്ട് നിൽക്കുന്നത് ഞാൻ ആരുടെ പരാതി പറയുന്നത്? എൻ്റെ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ച അവള് തന്നെ. ഞാനല്ല, ഞാനൊന്നുമല്ല. 2 പിള്ളേരെ പഠിപ്പിച്ചതാ. എനിക്കതേ പറയാനുള്ളൂ. ഉമ്മാകുന്നിലേക്ക് ഇനി ബിന്ദു തിരിച്ചെത്തില്ലെന്ന് വിശ്വസിക്കാനാകുന്നില്ല പ്രിയപ്പെട്ടവർക്ക്. ഇങ്ങനെ അപകട ന്യൂസ് വഴി ചെന്നപ്പോൾ അറിഞ്ഞെങ്കിലും നമ്മുടെ ബിന്ദു ഇതിലുണ്ടെന്ന് അറിഞ്ഞില്ല. നമുക്ക് താങ്ങാൻ പറ്റുന്നില്ല. ബിന്ദുവിന്റെ ഇത് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. തലയോലപ്പറമ്പിലെ തുണിക്കടയിലായിരുന്നു ബിന്ദു ജോലി ചെയ്തിരുന്നത്. പറഞ്ഞിരുന്നു. ചൊവ്വാഴ്ച അഡ്മിറ്റ് ആയത്. ഞങ്ങൾ വിളിച്ചിട്ട് 3 ആഴ്ച കഴിയുമ്പോൾ ഓപ്പറേഷൻ ആണെന്ന് പറഞ്ഞു കൊച്ചിന്റെ. ബിന്ദുവിന്റെ മൃതദേഹം ഇന്ന് തലയോലപ്പറമ്പിലെ സ്വകാര്യ ആശുപത്രിയിലെ മോർച്ചറിയിൽ സൂക്ഷിക്കും. നാളെ ഉച്ചയോടെ വീട്ടുവളപ്പിലാണ് സംസ്കാരം. റാഫി കരീം, 24 കൊച്ചി. കോട്ടയം മെഡിക്കൽ കോളേജിലെ പുതിയ സർജിക്കൽ വാർഡ് പ്രവർത്തനം തുടങ്ങി. 12, 13, 14 വാർഡുകൾ പുതിയതായി നിർമ്മിച്ച സർജിക്കൽ ബ്ലോക്കിലേക്ക് മാറ്റിയിട്ടുണ്ട്. 3-ാം നിലയിലാണ് ബ്ലോക്ക് പ്രവർത്തിക്കുന്നത്. വാർഡിലേക്ക് രോഗികളെ പ്രവേശിപ്പിച്ചു. സർജറി കഴിഞ്ഞ് ഇപ്പോൾ വേറെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പുതിയ ബിൽഡിങ്ങിലോട്ട് മാറ്റി. ഇപ്പം ഇവിടെ അത്യാവശ്യം നല്ല സൗകര്യമൊക്കെ ഉണ്ട്. നല്ല കംഫർട്ടാണ്. അവിടെ നിന്ന് പോകുന്നത് തന്നെ ദൈവാനുഗ്രഹം. എനിക്ക് ഓടത്തുമില്ല നടക്കത്തുമില്ലാത്ത വരുമായിരുന്നു. എൻ്റെ കൊച്ചു കൂടെ നിന്ന് കൊച്ചു ഭയങ്കര കരച്ചിലായിരുന്നു. അമ്മ വല്യമ്മേനേക്ക് ഓടാൻ മെല്ലെ എടുത്തോണ്ട് പോയ വല്യമ്മ എന്നെ ചെയ്യുന്നോർത്ത് ഞങ്ങളെല്ലാം കൂട്ടക്കരച്ചിലായിരുന്നു. ഇവിടെ വന്നിട്ട് നല്ല രീതിയിലുണ്ട്. അവിടേക്കാളും നല്ല സുഖപരമായിട്ട് നല്ലൊരു ഇതാണ്. നല്ല വൃത്തിയുണ്ട്. നല്ല എല്ലാ കാര്യവും ബെഡാണെങ്കിലും നല്ല ബെഡ്, നല്ല രീതിയിൽ ഇവിടെ വരുന്ന പേഷ്യന്റ് നല്ലപോലെ കൈകാര്യം ചെയ്യുന്നുണ്ട്. ബുള്ളറ്റിൻ പൂർത്തിയാവുന്നു.